മിനുങ്ങുന്ന റെഡ് കാർപ്പറ്റുകൾക്കും ഫ്ലാഷ് ലൈറ്റുകൾക്കും പിന്നിൽ ഇത്രയേറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? മലയാള താരസംഘടനയായ അമ്മയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഒരു ചോദ്യത്തിന് ഒടുവിൽ ഇതാ ഉത്തരമായിരിക്കുന്നു. മീ ടു വിവാദങ്ങൾ കത്തിനിന്ന കാലത്ത് വനിതാ അംഗങ്ങൾ, അതായത് അമ്മയിലെ വനിതാ അംഗങ്ങൾ തങ്ങളുടെ വേദനകൾ പങ്കുവെച്ച ആ രഹസ്യ രേഖകൾ, ആ വോയിസുകൾ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ ആ വീഡിയോസ് റെക്കോർഡ് ചെയ്ത ആ മെമ്മറി കാർഡ് വിവാദത്തിൽ മുതിർന്ന നടി കുക്കു പരമേശ്വരൻ കുറ്റക്കാരിയാണോ? അതോ അവർ ഒരു വലിയ ഗൂഢാലോചനയുടെ ഇരയാണോ? കുക്കുവിന് ലഭിച്ച ക്ലീൻ ചിറ്റും അതിനിടയിൽ ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങളും മലയാള സിനിമയിലെ ഇപ്പോഴിതാ വീണ്ടും രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ്. ആവേശകരമായ ഈ സിനിമാ കഥയിലെ പുതിയ അധ്യായങ്ങൾ നമുക്ക് നോക്കാം. 2018 ഈ കഥയുടെ തുടക്കം. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുന്നതിന് മുന്നോടിയായി അമ്മയിലെ വനിതാ അംഗങ്ങൾ ഒരു യോഗം ചേർന്നിരുന്നു. തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ അവർ ആ യോഗത്തിൽ തുറന്നു പറഞ്ഞു. ഈ ചർച്ചകൾ അന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. ആ മെമ്മറി കാർഡ്, വളരെ സുപ്രധാനമായ ആ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശം വെച്ചിരിക്കുകയാണെന്നും അതുപയോഗിച്ച് നടിമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുമായിരുന്നു പ്രധാന ആരോപണം. കഴിഞ്ഞ വർഷം നടന്ന അമ്മ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഈ ആരോപണം പൊട്ടിത്തെറിച്ചത്. പൊന്നമ്മ ബാബുവും ഉഷ ഹസീനയും ഉൾപ്പെടെയുള്ളവർ കുക്കുവിനെതിരെ അതിശക്തമായി രംഗത്തെത്തി. എന്നാൽ ഇപ്പോഴിതാ അമ്മ നിയോഗിച്ച 5-അംഗ അന്വേഷണ സമിതി ഇപ്പോൾ സമർപ്പിച്ച 35 പേജുള്ള റിപ്പോർട്ട് ആ ആരോപണങ്ങളെ പാടെ തട്ടിതം മറിച്ച് തള്ളിക്കളയുന്നു. അന്വേഷണത്തിൽ തെളിഞ്ഞത് മറ്റൊന്നാണ്. കുക്കു പരമേശ്വരൻ ആ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരുന്നില്ല, മറിച്ച് അത് സുരക്ഷിതമായി ഏൽപ്പിച്ചത് പരേതയായ KPAC ലളിതയുടെ കൈവശമാണ്. ലളിതാമ്മയുടെ വിയോഗത്തോടെ ആ ചിപ്പ് എവിടെ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും കുക്കു ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെ സമിതി കണ്ടെത്തി. 11 പേരുടെ മൊഴികളിൽ നിന്നും സംഘടനയ്ക്ക് മനസ്സിലായത് ഇത് കുക്കുവിനെതിരെ നടന്ന ബോധപൂർവമായ ഒരു കരുനീക്കമായിരുന്നു എന്നാണ്. ശ്വേത മേനോനും ജോയ് മാത്യുവും ഇക്കാര്യം പരസ്യമായി വ്യക്തമാക്കിയതോടെ കുക്കു പരമേശ്വരൻ എന്ന നടിക്ക് വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ വിവാദം അവിടെ തീരുന്നില്ല. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഉയർന്ന മറ്റൊരു ചോദ്യം പ്രിയ നടൻ ദിലീപിനെ കുറിച്ചായിരുന്നു. ജനപ്രിയ നടൻ ദിലീപിനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനായി എന്ന നിലയ്ക്ക് സംഘടനയിലേക്ക് തിരിച്ചെടുക്കണം എന്നുള്ള ചർച്ചകൾ അണിയറയിൽ ഇപ്പോൾ സജീവമാണ്. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച അനുകൂല നിരീക്ഷണങ്ങളും വിധികളും ഇതിന് ആക്കം കൂട്ടുന്നു. ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായ ഒരു വിഭാഗം മുതിർന്ന താരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇത് സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്കും പിണക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ദിലീപ് നിലവിൽ അമ്മയിൽ അംഗമല്ല, വേണമെങ്കിൽ പുതിയ അപേക്ഷ നൽകാം എന്നാണ് ഔദ്യോഗിക നിലപാട്. എങ്കിലും ഈ തിരിച്ചുവരവിനെതിരെ WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണ്. മീ ടു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദിലീപിന്റെ മടങ്ങിവരവ് സംഘടനയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമോ എന്ന ഭയം യുവതാരങ്ങൾക്കിടയിൽ ഉണ്ടാവാം. മാറ്റങ്ങളുടെ കാറ്റ് വീശുന്ന മലയാള സിനിമയിൽ പഴയ മുറിവുകൾ വീണ്ടും ഇതാ തുറക്കപ്പെടുകയാണ്. കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ് ലഭിക്കുമ്പോൾ അത് നീതിയുടെ വിജയമായി ഒരു വിഭാഗം കാണുന്നു. എന്നാൽ ദിലീപിന്റെ തിരിച്ചുവരവ് ചർച്ചകൾ സംഘടനയെ വീണ്ടും പിളർപ്പിലേക്ക് നയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. സ്ക്രീനിലെ അഭിനയത്തെക്കാൾ വലിയ നാടകങ്ങളാണ് ഇപ്പോൾ അമ്മ സംഘടനയുടെ ഓഫീസിനുള്ളിൽ നടക്കുന്നത്. സത്യം എപ്പോഴും അല്ലെങ്കിൽ എന്നെങ്കിലും പുറത്തു വരുമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ മെമ്മറി കാർഡിലെ രഹസ്യങ്ങൾ ഇനി ലളിതാമ്മയോടൊപ്പം മണ്ണിൽ ഉറങ്ങുകയായിരിക്കുമോ? അതോ വരും നാളുകളിൽ പുതിയ ബോംബുകൾ പൊട്ടുമോ? കാത്തിരിക്കാം.
കൂടുതൽ ഇൻഫോർമേറ്റീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ആയ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.